ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെറാസ് വ്ളോഗ്സ്. അപ്പോൾ ഗോവയിൽ നിന്ന് നമ്മളിനി ഗുജറാത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. സൂറത്തിൽ നമ്മുടെ റിലേറ്റീവ് ഉണ്ട്, അവിടെ പോകണം. പിന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണണം കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഗുജറാത്തിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് മുംബൈക്ക് 557 കിലോമീറ്ററാണ്. സൂററ്റിന് 900 കിലോമീറ്റർ സംതിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. ഒരു 7:30 8 ആയി കാണും. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. റൊട്ടിയും ബട്ടർ ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. പിന്നെ ചിക്കൻ്റെ വേറൊരു ഡിഷ് ഓർഡർ ചെയ്തു. അത് അവിടുത്തെ അന്നത്തെ സ്പെഷ്യലായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാണ് ഫുഡ് കിട്ടുന്നതെങ്കിലും ഫുഡ് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്ന ഒരു കേക്ക് ഷോപ്പ് നോക്കിയിട്ടാണ്. നാളെ സെറയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് കട്ട് ചെയ്യാൻ ഒരു കേക്ക് വാങ്ങണം. കേക്ക് ഷോപ്പ് എവിടെയും കണ്ടില്ല. ലാസ്റ്റ് അടയ്ക്കാർ തുടങ്ങുന്ന ഒരു ബേക്കറിയാണ് കണ്ടത്. നമ്മൾ വേഗം ചെന്ന് അവിടെ നോക്കുമ്പോൾ അവിടെ ഏതായാലും ഭാഗ്യത്തിന് കേക്കുണ്ട്. അവളുടെ ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ ചെറിയൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അത് വാങ്ങി അതിൽ അവളുടെ പേര് കാര്യങ്ങളൊക്കെ എഴുതി. കുറച്ചുകൂടെ താമസിച്ചിരുന്നെങ്കിൽ ഈ ഒരു ഷോപ്പ് അടച്ചേനായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങി അവിടെ നിന്ന് കേക്കൊക്കെ വാങ്ങി ഇറങ്ങി ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മുടെ വഴി തെറ്റിപ്പോയി. എന്തോ മിസ്റ്റേക്ക് പറ്റി വഴി തെറ്റിയിട്ട് നമ്മളൊരു കാട്ടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. കൂടും കാടാണ്. നമ്മളിങ്ങോട്ട് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടുപോയില്ല കാട്ടിൻ്റെ ഉള്ളിൽ. കാരണം ഇതൊരു 3-3.5 മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു ഇതേ ഒരു റോഡിൽ കൂടെ തന്നെ. പിന്നെ കുറച്ചും കൊണ്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഒരു 5-6 വീടുകൾ കണ്ടു. അതിൽ വെളിച്ചമുള്ളൊരു വീട്ടിൽ നമ്മൾ കയറിയിട്ട് ഇതുപോലെ വഴി ചോദിച്ചപ്പം ഇതല്ലായിരുന്നു വരേണ്ട വഴി. പിന്നെ അവർ പറഞ്ഞു കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മെയിൻ റോഡ് എത്തും. അവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള നാഷണൽ ഹൈവേ നമുക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവരോടൊക്കെ നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത്രയും ദൂരം നല്ല കാട്ടിനകത്തൂടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഒരു 6-7 വീടുകൾ നമ്മൾ കണ്ടത് കേട്ടോ. അപ്പം നമ്മൾ മുമ്പോട്ട് പോയ വഴിക്കും ഇതുപോലെ തന്നെ കുറേ നേരം വനത്തിൽ കൂടെ യാത്ര ചെയ്ത് കഴിയുമ്പം ഇതുപോലത്തെ 6-7 വീടുകൾ കാണും. അങ്ങനെ ആവർത്തിച്ച് വീടുകൾ വരുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് കുറച്ച് പേടി മാറി. എങ്കിലും നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ കാണുന്നത് കാട്ടുതീ പടർന്ന് പിടിക്കുന്നതാണ്. കാടിൻ്റെ ഒരു ഭാഗം മൊത്തം ഭയങ്കര രീതിയിൽ തീ ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ശരിക്കും പേടിയായി കേട്ടോ. ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മൾ വേഗം അവിടുന്ന് മാക്സിമം സ്പീഡിൽ പോകാൻ പറ്റുമോ അത്രയും സ്പീഡിൽ തന്നെ അവിടുന്ന് പോവുകയാണ്. സമയം ഏകദേശം ഒരു 10-11 ആകുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഇതുവഴിയൊന്നും ഒരു 2 വീലറിൽ കൂടെ പോലും ഒരാളുകൾ വരുന്നത് നമ്മൾ കാണുന്നില്ല. അത്രയ്ക്കും ആളുകളൊന്നും വരാത്തൊരു ഭാഗമാണെന്ന് തോന്നി ഇതൊക്കെ. ഈ തീ ഇങ്ങനെ പടർന്നു പിടിക്കുന്നത് കണ്ടിട്ട് നമുക്ക് നല്ല പേടിയായി. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയെന്നുള്ളായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് ചെറിയ റോഡാണ്, കുണ്ടും കുഴിയുള്ള റോഡുമാണ്. അപ്പോൾ നമുക്ക് അധികം സ്പീഡിൽ വണ്ടി ഓടിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്ന പ്രാർത്ഥനയോടെ നമ്മൾ പോയി. അങ്ങനെ ഏകദേശം കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞ ആ ഒരു ജംഗ്ഷൻ എത്തി. ഇനിയിപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് വേണം നമുക്ക് പോകാനുള്ള അടുത്ത റോഡ് കാണാൻ. നമ്മൾ കാട്ടിലേക്ക് കയറുന്ന സമയത്ത് ഒരു 9 മണിയൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സമയം 11:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സമയം നമ്മൾ ആ കാട്ടിൽ റോഡിൽ കൂടെയാണ് വണ്ടി ഓടിച്ചിട്ട് വന്നത്. കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴെങ്കിലും നല്ല റോഡിൽ എത്തുമെന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും ഇതേ കാട്ടിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പേടിയായി കേട്ടോ. സേറ ആണെങ്കിലും ഉറങ്ങാതെ ഇരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോൾ അവിടെ നിന്നൊരു വെട്ടം കാണുന്നതിൽ തോന്നി. അപ്പോൾ ഏതോ വഴിവിളക്കായിരിക്കും, നമ്മൾ നല്ല സ്ഥലത്തേക്ക് എത്താൻ പോവാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ അടുത്ത് കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ഒരു മല ഇറങ്ങി വരുന്ന ഒരു വണ്ടിയുടെ വെളിച്ചമാണ് നമ്മൾ കണ്ടത്. അപ്പം ഇനി നമ്മളൊരു ചുരത്തിലോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായി അവിടെ നിന്ന് തന്നെ. സേറയ്ക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്ഥലം കാണാതെ, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് എങ്കിലും ഇല്ലാത്തൊരു സ്ഥലം കാണാതെ എങ്ങനെയാണ് വണ്ടി നിർത്തിയിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത്? സമയം 12 മണി ആകുന്നതേ ഉള്ളൂ. പക്ഷെ അവളെ എങ്ങനെയെങ്കിലും ഉറങ്ങാതെ പിടിച്ചിരുത്തണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ അവളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചുരം എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ വണ്ടികൾ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ ഇതൊരു ഭയങ്കര വലിയൊരു ചുരമാണ്. കുറച്ച് നല്ല റോഡായതുകൊണ്ടും 12 മണിക്ക് അവളുടെ കേക്ക് കട്ട് ചെയ്യേണ്ടതുകൊണ്ടും ചുരമാണെങ്കിൽ നമ്മൾ കുറച്ച് സ്പീഡിലാണ് ഇവിടെയൊക്കെ വന്നത്. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്തതിന് ശേഷം ആദ്യത്തെ ചുരം കഴിഞ്ഞു നമ്മൾ വിചാരിച്ച് തീർന്നെന്ന്. രണ്ടാമത്തെ ചുരം കഴിഞ്ഞു നമ്മൾ വിചാരിച്ച് തീർന്നെന്ന്. ഇല്ല, മൂന്നാമത്തെ ചുരമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറയുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് തന്നെ നമുക്ക് തന്നെ സംശയമായി. തിരിച്ചു പോയാലോ എന്ന് വരെ വിചാരിച്ചു. ഇനി നമുക്ക് തിരിച്ചു പോകാനുള്ള ഓപ്ഷനേ ഇല്ല. ഇത്രയും രാത്രിയായ സ്ഥിതിക്ക് വനത്തിൽ കൂടെ പോകുന്നത് കൊണ്ടും എനിക്ക് കേക്ക് കിട്ടുന്ന കട എവിടെയും കാണില്ലെന്ന് പറഞ്ഞ് സേറ കരയാൻ തുടങ്ങിയിട്ടുണ്ട്.
ഈ റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡായതുകൊണ്ട് നല്ല സ്പീഡിലാണ് നമ്മൾ വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാണ്ട് സ്ട്രീറ്റ് ലൈറ്റൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ തന്നെ നിർത്താമെന്ന് വിചാരിച്ചു വണ്ടി. അങ്ങനെ നമ്മൾ ആദ്യം സ്ട്രീറ്റ് ലൈറ്റ് കണ്ട ഭാഗത്ത് തന്നെ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അവിടെ ഒരു കട പോലത്തെ എന്തോ ഒരു സംഭവം കണ്ടു. അത് കണ്ടപ്പോൾ സാറ് വിചാരിച്ചു ഈ കടയിൽ നിന്നായിരിക്കും നമ്മൾ കേക്ക് വാങ്ങാൻ പോകുന്നത്. കറക്റ്റ് 12 മണിയാണ്, 12:02. അപ്പം കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സാറ നേരെ ഈ കടയുടെ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് കടയാണെന്ന് വിചാരിച്ചാണ് അവിടെ പോയത്. ഇതേതോ ബസ് സ്റ്റോപ്പ് എന്തോ ആണ്. അപ്പോൾ അവിടെ വരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് കടയല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾക്ക് പിന്നെ ഭയങ്കര വിഷമമായി കേട്ടോ. തിരിച്ച് കാറിനകത്തേക്ക് തന്നെ ഓടിപ്പോവാണ്. മുഖമൊക്കെ വല്ലാണ്ട് മാറി ഭയങ്കര വിഷമമായിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് കാറിനകത്തേക്ക് തന്നെ പോവാണ്. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 12 മണി ആയില്ലേ, കേക്ക് കിട്ടിയില്ലല്ലോ, നമുക്ക് ഏതെങ്കിലും ചോക്ലേറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇവിടെ പിണങ്ങി പോകുന്നുണ്ട്. പിന്നെ ഞാൻ പിടിച്ച് നിർത്തി. അപ്പോഴേക്കും അവിടുന്ന് കേക്ക് എടുത്തിട്ട് വന്നു കേട്ടോ. ഭയങ്കര ഹാപ്പിയായി കേട്ടോ സേറ. അങ്ങനെ ബോണറ്റിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തി 12:15 ആയി കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ കേക്ക് കട്ട് ചെയ്യുകയാണ്. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, പിന്നെ നമ്മൾ കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുകയാണ്. അവൾക്ക് ഭയങ്കര ഹാപ്പിയായി കേട്ടോ. ഇത്രയും നേരം കേക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നിട്ട് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. അവളുടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ സമാധാനത്തോടെ ഞാൻ കിടന്നിറങ്ങി. കുറേ നേരം ഉറങ്ങി. പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു തുരങ്കത്തിലൂടെ വണ്ടി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കുറേ ദൂരമുണ്ട്. ഇത് വലിയൊരു തുരങ്കമാണ്. ഇതുപോലത്തെ 1-2 എണ്ണം കഴിഞ്ഞു പോയെന്നാണ് പറഞ്ഞത് മുമ്പിൽ. അപ്പോഴൊക്കെ എന്നെ വിളിച്ച് ഞാൻ എഴുന്നേറ്റില്ല. പക്ഷേ ഇതെനിക്ക് കാണാൻ പറ്റിയതല്ല കേട്ടോ. വലിയൊരു തുരങ്കത്തിൽ കൂടെ ഇങ്ങനെ പോവാണ്. നേരം വെളുത്തു. അങ്ങനെ ഇനി അടുത്ത ഗുഹയിലേക്ക് കയറാൻ പോവാണ്. ഏകദേശം നമ്മൾ മുമ്പേ അടുക്കാറായി. സൂറത്ത് അടുക്കാറായപ്പോഴും ഇതുപോലെ കാട് പിടിച്ചെടുക്കുന്ന കുറേ പ്രദേശം നമ്മൾ കണ്ടു. 2 സൈഡിലും ഇതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണ്. അവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആളുകൾ താമസിക്കുന്ന ചെറിയ ചെറിയ കുടിലുകൾ, അവരുടെ കൃഷിസ്ഥലങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഇതുപോലെ ചെറിയ കുടിലിനുള്ളിൽ ഇരുന്ന് റോഡ് സൈഡിലായിട്ട് ആളുകൾ എന്തോ സാധനം ജാറിലിരുന്ന് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അവിടെ നമുക്ക് വണ്ടി നിർത്താൻ പറ്റില്ല. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ അതുപോലത്തെയുള്ള കുറേ കുടിലുകൾ നമ്മൾ കണ്ടു കേട്ടോ. ഇതുകൊണ്ട് ആളുകൾ ഇതുപോലെ ഇരുന്ന് എന്തൊക്കെയോ വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത കാണുന്ന സ്ഥലത്ത് നമുക്ക് നിർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പം ഇതുപോലെ ആ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ അടുത്ത് പോയി നമ്മൾ ചോദിച്ചപ്പോൾ ഇത് കള്ളാണ്. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ വഴി സൈഡിലായിട്ട് ഒരുപാട് മാങ്ങ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് കടകളുണ്ട്. ഇതിൻ്റെ പല സ്ഥലത്തും ഇതുപോലത്തെ ഈ കടകൾ നമ്മൾ കണ്ടു കേട്ടോ. ഒരുപാട് കടകൾ അവിടെ എല്ലാം മാങ്ങ വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല വിലയാണ്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോഴാണ് സൂറത്തിലെത്തിയത്. നേരെ വന്നു, ഹോട്ടലിൽ റൂം എടുത്തു. ഇനിയൊന്ന് ഫ്രഷ് ആവണം. കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം വേണം അവരുടെ വീട്ടിലേക്കൊന്ന് പോവാൻ. ഹോട്ടൽ റൂമൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി ഇറങ്ങി സെറയ്ക്കൊരു ഡ്രസ്സ് നോക്കാൻ പോയി. ബർത്ത്ഡേക്കിടാൻ ഫ്രോക്കാണ് നോക്കിയത്, പക്ഷേ ഫ്രോക്കൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഒരു ടീഷർട്ടാണ് എടുത്തത്. അങ്ങനെ നമ്മൾ നേരെ ആൻറ്റിയുടെ ഒക്കെ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ വെച്ചാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഇതാണ് സെറയുടെ ബർത്ത്ഡേ കേക്ക്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബായ്.